മുരളീട്ടൻ. ഹലോ മുരളീട്ടാ. ഹലോ. ഗൗരി. മുരളീട്ടൻ എവിടെയാ? ഹലോ. ഹലോ ഗൗരി, കേൾക്കുന്നില്ലേ? ഹലോ. ഹലോ. ഹലോ മുരളീട്ടൻ, ഇത് എവിടെയാ? കട്ടായല്ലോ. അയ്യോ, കട്ടായി. നന്ദ, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ. നിങ്ങൾ പേടിക്കണ്ട, മുരളി റേഞ്ചില്ലാത്ത ഏതോ സ്ഥലത്താ. നോക്കിക്കോ, റേഞ്ച് വരുമ്പോ അവൻ തിരിച്ചു വിളിക്കും. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നന്ദേട്ടാ. വേണ്ട, അവ ഇപ്പൊ വിളിച്ചില്ലേ. നമുക്ക് കുറച്ചുകൂടി നോക്കാം. കുഴപ്പമൊന്നും കാണില്ലല്ലേ നന്ദ? ഹേയ്, എന്തു കുഴപ്പം? ഞാനൊന്ന് വിളിച്ചു നോക്കാം. പ്രകാശിന്റെ രീതിയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട്. എന്റെ സമാധാനം നഷ്ടപ്പെടുകയാണല്ലോ. പ്രകാശ്, ഒന്ന് കോൾ എടുക്ക്. എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഒന്ന് കോൾ എടുക്ക്. നിന്നെ കാണാൻ ഞാൻ ഡൽഹിയിൽ നിന്ന് ഓടിപ്പാഞ്ഞു വന്നേ. ഒന്ന് സംസാരിക്കേ പ്ലീസ്. പ്രകാശ്, കോൾ എടുക്ക് പ്ലീസ്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മുരളേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ മുരളേട്ടൻ എത്തിയില്ലായിരുന്നെങ്കിൽ. ഞാൻ എത്തിയില്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കുമായിരുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം ദേവികയും നന്ദനും ജീവിതം തുടങ്ങുക. എന്നിട്ട് മതി ഈ പൂജയും ഭജനയൊക്കെ. മീരക്കുഞ്ഞ് ഇന്നലെ വന്നെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ മോളങ്ങോട്ട് ചെല്ലുമ്പോ എന്താ ആകാശം ഒടിഞ്ഞു വീഴോ? വരുന്നത് വരും പോലെ. എന്തായാലും എനിക്ക് ആന്റി ഒന്ന് കാണണം. എന്നിട്ട് ആശ്രമത്തിൽ പോയി ആ തിരുമേനി. ഒന്നും വേണ്ട മുരളീട്ടാ. ദേവിക ഒന്ന് വെറുതെ ഇരിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കാറിലും ഭജന മുടക്കണ്ട.